ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളങ്ങനെ പേഹൽഗാമിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തു. ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിന്ന് ഗുൽമർഗിലേക്ക് പോവാണ്. കുറച്ചധികം ദൂരമുണ്ട്. ശ്രീനഗറിലേക്ക് ഡീവിയേറ്റ് എടുക്കാണ്ട് NH കൂടെ സ്ട്രെയിറ്റ് പോകണം. അങ്ങനെ നമ്മൾ ഗുൽമർഗ് എത്തും. അപ്പം ഇന്ന് ഞങ്ങൾ ഗുൽമർഗാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നേരത്തെ ഇറങ്ങി. അവിടെ ഞങ്ങൾ ഇന്നലെ നിന്നു തന്നെ പറയാൻ പറ്റില്ല, ഉറങ്ങാൻ വേണ്ടി ആ സ്റ്റേയിൽ കയറിയ പോലെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ 7 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് കോഫി കഴിക്കാൻ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പൊതുങ്ങി വന്നു. പാവ ആൾക്കാരുണ്ട്. എലഗൻറ്റ് റിസോർട്ടിലായിരുന്നു ഞങ്ങളവിടെ പേരഗമിൽ. അപ്പോൾ അവിടുത്തെ ആൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 7 മണി ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ടൈമല്ലല്ലോ. അപ്പോൾ ആളതൊക്കെ പാക്ക് ചെയ്ത് തന്നു. നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിടുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ കൈൻഡായിട്ടുള്ള ആൾക്കാരായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗുൽമർഗിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ എക്സൈറ്റഡ് ആണ് സ്പെഷ്യൽ ചോദിക്കുന്നത്? ഓക്കെ. അപ്പോൾ അവിടെ സ്നോ ഉണ്ടോയെന്ന് അറിയില്ല. സ്നോ ഉണ്ടായിരുന്നു മിനിയാന്നൊക്കെ. തണുപ്പ് നല്ലോണം ഉണ്ടാവും. സ്നോ ഇപ്പോൾ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഒരു സ്നോ കിട്ടിയതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പോൾ ശരി, ഗുൽമർഗിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സാഫ്രോൺ ഫീൽഡിലാണ് ഗൈസ്. ഇവിടെ നമ്മുടെ കേസരിയാത്ത് അതിൻ്റെ ഇവിടെയാണ് ഏറ്റവും ഫ്രഷ്. നമ്മുടെ കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാഫ്രൺ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒരു അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്പുറത്ത് നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് സാഫ്രൺ പാടം. കാണാൻ പറ്റില്ലെങ്കിലും ഇതാണത്. അത് വളർന്നിട്ടില്ല, അതെല്ലാവരും ഉണ്ടതായിരുന്നു. പിന്നെ ഞങ്ങള് ഇന്ന് ഗുൽമർഗിക്ക് ഇനി പോവാൻ നിൽക്കാണ്. ഓൺ ദ വേ കണ്ടതാ. അപ്പോ ഒന്ന് കാണിക്കാൻ നിങ്ങളും ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ ശരി, ബൈ. ഞങ്ങൾ പോവാണ്. ഇത് നമ്മൾ ഗണ്ടോള റൈഡിന് പോകുന്ന വഴിക്ക് കുറച്ച് നടക്കണം, ഒരു 10 മിനിറ്റ് നടക്കണം. അതെ, അത്രേ ഉള്ളൂ. ആ 10 മിനിറ്റ് നടത്താണ് ഈ കാണുന്നത്. പക്ഷെ ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കി എന്ത് രസമാണ്. അയ്യോ, ഇതിലുണ്ട് നമ്മുടെ കണ്ണാടിയൊക്കെ വെച്ച് സ്റ്റൈലിൽ നടക്കണേ. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഫരീദ് ഭായി കാണാനായിട്ട് കുറച്ച് അനുപഞ്ചറിൻ്റെ ഒക്കെ ഒരു കട്ടാണ്. അപ്പോൾ ആളാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഹായ് ഗേൾസ്, ഗണ്ടോള റൈഡിൽ പോകാൻ എക്സൈറ്റഡ് ആണോ? നടക്കുകയാണ്. അതെ, ഞങ്ങളിപ്പോൾ ഗണ്ടോളയിൽ പോകാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫേസ് 2 കിട്ടിയില്ല. അവിടെ വരെ പോകണമെന്നുണ്ടായി. കാരണം അതൊരു 2-3 ദിവസം മുന്നേ ഫുള്ളി ബുക്ക്ഡായി. അതുകൊണ്ട് ഫേസ് 2 ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഫേസ് 1 ഞങ്ങളുടെ ഓൾറെഡി ബുക്ക്ഡാണ്. ഞങ്ങൾ ഫേസ് 1 വരെ പോകുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ഫ്രണ്ടിലത് ആ ഫരീന് ബംഗറിൻ്റെ ഒക്കെ ഒരു ചായയാണ്. ആളാണ് ഞങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കൂ, മുകളിൽ ഐസൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മിക്കവാറും വീണ്ടും സ്നോ കിട്ടും. അപ്പോൾ ഗണ്ടോളയിൽ കാണിച്ചു തരാൻ വരും. ബൈ. ഇതാണ് ഗണ്ടോളയ്ക്ക് പോകുന്നതിൻ്റെ എൻട്രി സ്ഥലം. നല്ല രാജകീയമായ ഒരു കൊട്ടാരം പോലെയൊക്കെ ഉണ്ട് കാണാൻ. എന്താ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഗുൽമർഗ് ഫെസ്റ്റിവൽ കഴിഞ്ഞു. ജോർജിയ പോയ പോലത്തെ ഒരു സാധനം തന്നെ. ഫേസ് 2 അതുകൊണ്ട് മഞ്ഞ് കിട്ടില്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ. ഇതാണ് ഗണ്ടോള. നിക്കില്ല. ഓക്കെ ഷുവർ ഓക്കെ. പെട്ടെന്ന് പേടിക്കുന്നു. ഹായ്, പേടിത്തു. ഞാൻ ഇതൊരു സ്കൈ ഡൈവ് ആണ് ചിരിച്ച് സന്തോഷിക്കുന്നു. ഷെഫീഖായി തന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇപ്പോഴാണ് കഴിക്കുന്നത്. പേടിച്ചിരിക്കുന്ന റേവണിച്ചി. എനിക്ക് പറ്റില്ല, നിൽക്കാൻ പേടിച്ച് നടക്കുന്ന റേവണിച്ചി. അങ്ങനെ ഒരു സാധനമെങ്കിലും റേവണിച്ചി പേടിച്ചു. ഞാൻ പേടിക്കാത്തൊരു സാധനം. പേടിച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടോട്ട് നോക്കുന്ന റേവണിച്ചിനുണ്ട. ഞാൻ പൂച്ചേനെ കണ്ട് പേടിക്കുന്ന പോലെയാണ് പേടിച്ച് നോക്കുന്നത്. എൻജോയ് ചെയ്യാൻ നോക്കണ്ട്, എൻജോയ് ചെയ്യാനൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇതാണ് ഐസ് മല. ഇതാ അവിടെ ഐസ് മല. ഇതിന്റെ മുകളിലേക്ക് എനിക്ക് ഫേസ് 2 ഉള്ളവർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കുറെ ഫോറസ്റ്റ് ഒക്കെ കാണാം. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ഗണ്ടോള കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റില്ല.
ഞാൻ കാണിച്ചു മഞ്ഞുമലയിൽ ഞാൻ വ്യൂ വന്നോ? നീ വ്യൂ വന്നു. കണ്ടോള കയ്യിരിക്കുകയാണ്. എത്തിയിരിക്കുന്നതിനാണ് തിരിച്ച്. റൈഡ് കയറിയിട്ട് നമ്മൾ ഇങ്ങനെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കാണും. ഇത് ഫേസ് 1 മാത്രമേ ഉണ്ടോ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഫേസ് 2 പോവുകയാണെങ്കിൽ ആ മഞ്ഞുമലയും അതിൻ്റെ മുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യൂ കിട്ടുമായിരുന്നു. ഫേസ് 2 ബുക്ക് ചെയ്യാൻ അത് ഫുള്ളായതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നല്ല ചൂടാണ് കേട്ടോ, പക്ഷെ തണുത്ത കാറ്റുണ്ട്. ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. അവിടെ വേറെ കേബിൾ കാർസ് ഇവിടെ ഗണ്ടോള റൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചു പോവാണ് ഗൈസ്. വീണ്ടും പേടിച്ചിരിക്കുന്നുണ്ട് ബാക്കിൽ തിരിഞ്ഞ്. वापस आ रहे हो? वो राइड पे है. हाँ नीचे आ रहे हो अभी. वापस आ रही हूँ. आ रही माँ, मैं आ रही हूँ. मैं वापस आ रही हूँ. जैसे लोग बहुत ही खराब. मैं आ रही हूँ. क्या हुआ बेटा? क्या हुआ बेटा? क्या हुआ? इस्तेमाल कर रहे हैं मेरा दिमाग का इस्तेमाल कर रहे हैं. मैं आ रही हूँ माँ. क्या हुआ बेटा? क्या हुआ? On the way back കണ്ടോളൂ. പൂച്ചനെ പോലെ പേടിച്ചിരിക്കുന്നു. റേച്ചൽ നിനക്ക് എന്താ നീ പറഞ്ഞോ? അല്ല എനിക്ക് ഇതിന് പേടിയില്ല. എനിക്ക് ഇതിന് പേടിയില്ല. എനിക്ക് ചാടാൻ പറയുമ്പോൾ പേടിയുള്ളൂ. എവിടെന്തെങ്കിലും ഹൈറ്റിൽ ചാടാൻ പറഞ്ഞാൽ എനിക്ക് പേടി. ഇങ്ങനെ കഥ നോക്കി ഇവിടെ ആർമി സ്കൂളാണെന്നാണ് ഫരീദ് ഭായി പറയണേ. അച്ഛാ വിന്ററിലാണ് ഇവിടെ ട്രെയിനിങ് നടത്തുന്നത്. അത് പപ്പിങ്ങനെ പറഞ്ഞുതരാം. ആ സ്നോ സ്പോർട്സ് നടക്കുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ്. പൈസ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇല്ല, പക്ഷെ ഉടനെ അതിന്റെ സീസൺ വരും. അല്ലെങ്കിൽ പോയാണ് ഞങ്ങൾക്ക് അതിനുള്ള ആ ഒരു ഇത് കിട്ടിയില്ല. മേ ബി നെക്സ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ സ്കീ ചെയ്യാനായിട്ട് പോകും. അതെ അതെ അതെ, 1 ടൈം എക്സ്പീരിയൻസ് ഇല്ല. റീച്ചലിനെ ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ നാട്ടുകാരിയാണ്. നാഗിൻ 2 റീച്ചലിനെ ഭയങ്കര ഇഷ്ടമായത്. അങ്ങോട്ട് കൊണ്ടുപോവാ റീച്ചലിനെ പോലെ ഒരു കൊച്ച്. റീച്ചലിനെ ഇഷ്ടമായിട്ട് റീച്ചലിനെ അങ്ങോട്ട് കൊണ്ടുപോയി ആ പെൺകുട്ടി. ഇത് അവരിവിടെ ഗ്രാമമാണ്, അവരുടെ വീടുകളൊക്കെ ഉണ്ട്. ഇത് നാഗിൻ 2 ആണ്. ഇത് അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നാഗിൻ 2 എന്ന് പറഞ്ഞാൽ ഇവർക്ക് പാമ്പിൻ്റെ ഷേപ്പിലുള്ള പൂക്കളാണ്. അതൊക്കെ വാടി ആക്ച്വലി കാണണം. കണ്ടോ, ഇപ്പോൾ അവർക്ക് ഓട്ടമിൻ്റെ സമയമുണ്ട്, അതൊക്കെ വാടി. 1 മാസം മുന്നേ വന്നിരുന്നെങ്കിൽ അത് കാണായിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ अभी हम मुन्नी का घर ये कौन सा घर है? मुन्नी का मेरा घर है. मुन्नी का ये नहीं. आपका घर है. आपके घर है, लेकिन मुन्ने का एक्ट करने के लिए दिया. ये उस पर इतना बड़ा चक्रा था. इतना आपका नाम बोलिए इस पे. इंशा. और आपका नाम बोलिए. इसरा. दोनों बहुत बढ़िया लड़कियां है. स्मार्ट लड़की है. मैं खींचूंगा अपना. अभी ऐसे बस ऐसे करना चाहिए. जिया अंदर से आजा यहां पे अंदर से जिया रे जिया रे इधर वीडियो एक और बार फोन में देखो शर्म आती है. ओके अभी करना. ओके 1 2 3 स्टार्ट. जिया रे जिया रे जिया रे जिया ओ जिया रे ഷാറുഖ് ഖാനും അനുഷ്ക ശർമ്മയും കൂടി പെയിന്റ് ചെയ്തേന്ന് ഈ വീഡിയോയിൽ. അവർ ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്തത്. ജബ് തക് ജാനു വേണ്ടി. Hello guys, welcome to YouTube channel. ബോട്ട പത്തിരി എന്നൊക്കെ പറയുമ്പോൾ കഴിക്കാൻ തോന്നും. But this is പത്തിരി. ഞാൻ മലയാളീകരിച്ച് പറഞ്ഞതാണ്. ബോട്ട പത്തിരി. I'll show you the post അല്ല. ബോട്ട പത്തിരി means newspaper. Okay, so here is
ദിസ് ഗേൾ ഞങ്ങൾ ബോട്ടപത്രി ഇവിടെ കണ്ട ബോട്ടപത്രി ഒന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യട്ടെ ഗൈസ്. ഐ വിൽ ഷോ യു ദ പ്ലേസ്. അപ്പോൾ ഇതാണ് ബൂട്ടപത്രിയുടെ ഇവിടെ ഒരു സ്ട്രീം അരുവി അവിടെ കണ്ടോ ഒരു ബ്രിഡ്ജ്. ഫുഡ് കിട്ടും ഓൾ വീക്കെൻഡ്. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നേക്കാണ് ഗുൽമർഗിൽ. ഞങ്ങളുടെ സ്ഥലവും ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന റോയൽ പാർക്ക്, അതും നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു എനിക്ക് ഇങ്ങനെ ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കാൻ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഒരു തട്ടുകട എഫക്റ്റ് ഒരു നല്ല രസമുണ്ട്. കാർബേഡ് ആയിട്ടുള്ള തട്ടുകട. ഇവിടെ അങ്ങോട്ട് നോക്കിക്കാൻ നല്ല വ്യൂ ഒക്കെ. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തൊരു വ്യൂ ഒക്കെ ഉണ്ട്. മലയും ട്രീസ് കാണുന്നുണ്ട്, ബട്ട് നോട്ട് മല പോലെ കാണുന്നുണ്ട്. ഐസ് മല അപ്പുറത്തുണ്ട്, ബട്ട് അത് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചത്. അയ്യോ, അപ്പോൾ ഹേസൽ അപ്പുറത്തിരിക്കണം. അതെ, ഞാൻ റീച്ചൽ അപ്പുറത്തെ സൈഡിലാണ്. തേർഡ് ഡേ ആണ്. ഞങ്ങൾ കുറേ നാളായിട്ട് നൂഡിൽസ് ആണ് നൂഡിൽസ് നല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ചെറിയ ഇതിൽ കിട്ടണം. കുറച്ച് നൂഡിൽസ് ആണ് ഉച്ചയ്ക്ക് കഴിക്കാറ്. അതും ഞങ്ങൾ അത് പൽക്കൂർ പറയുന്നത് ഞാനാരും കേൾക്കില്ല. അപ്പൊ ഞങ്ങൾ മാഗി ആയിരുന്നു കഴിച്ചിരുന്നിട്ടാണ്. അതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ ലാവിഷ്യ കഴിക്കാന്ന് വെച്ചാൽ കാരണം ഇത് വൺ ഓഫ് ദി ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയാം. കാണാനായിട്ടുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തന്നെ ആയിരുന്നു. ഇന്ന് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഉണ്ട്. ഗുൽമർഗ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ട് ആണെന്ന് കേട്ടോളൂ. കുറേ പക്ഷെ ഇവിടെ ഇപ്പോ തണുപ്പ് സ്നോ ഇല്ലാത്തതുകൊണ്ട് കുറെ ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് മറ്റേ അവര് കേബിൾ കാർ അവര് ഗണ്ടോള റൈഡ് എന്നാ പറയാ. അത് പോയി. അത് നോർമൽ നമ്മൾ പോണ പോലത്തെ തന്നെ. ഇപ്പൊ ഞങ്ങള് ജോർജിയ പോയപ്പോ നിങ്ങൾ അതിന്റെ വ്ളോഗ് കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ. അപ്പൊ ഇന്ന് ലാവിഷ്യ ചിക്കൻ ബിരിയാണി കഴിക്കാം. ചിക്കൻ ബിരിയാണി സന്തോഷം ഭയങ്കരമായിട്ട് ഞാൻ കുറെ രാവിലെ തൊട്ട് പറയാൻ വെച്ചിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാം. ഉച്ചക്ക് ഹെവി ആയിട്ട് ഇതുവരെ കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം കാണിക്കൂ. ഏത് മന്ത്രിമാര് വരാണെങ്കിൽ ഇവിടെ നിൽക്കാത്ത उधर से अच्छा ഇവിടെയാണ് മുഖ്യമന്ത്രിമാരെ കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ ഈ മുഴുവൻ ട്രാവലും പിന്നെ അതിൻ്റെ സ്റ്റേയും ഒക്കെ മിഗ്ദ ട്രാവൽ സൊല്യൂഷനാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത് കേട്ടോ. മുന്നത്തെ ഡേയ്സിൻ്റെ പോലെ തന്നെ. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു താമസിച്ചാൽ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് അല്ലേ. വ്യൂ അടിപൊളി വ്യൂ ആയിട്ട് കിട്ടിയത് ഈ സ്ഥലമാണ് അല്ലേ. ഇതിൻ്റെ പേര് റോയൽ പാർക്ക് എന്നാണ്. അപ്പോൾ ഇത് ഗുൽമർഗിൻ്റെ ഒരു ഹിൽ ടോപ്പ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ വ്യൂ ആ കണ്ടോ പുറത്തേക്ക്. സ്മൈൽ ചെയ്യൂ. അയ്യോ എൻ്റെ ഇവിടുത്തെ പൂവ് എവിടെ പോയി? ഓക്കെ, ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. റീച്ചിലേനി വയലറ്റ് പൂക്കൾ പിടിച്ച് അതുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ. അതെ, അപ്പോൾ ഇനി ഞങ്ങൾ ബാക്കി പ്ലേസ് ഓഫ് ദ ഹോട്ടൽ കാണിച്ചു തരാം അല്ലേ. അപ്പോൾ ഇവിടെ എന്തോ ഒരു സാധനം എനിക്ക് ഇവിടെ കുളം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല, പറ്റി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. സ്റ്റെപ്പ് കയറുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വ്യൂ.
നീ എവിടെയായിരുന്നു ഇത്ര നേരം ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത? നീ അജ്ഞാതയായ ഒരാൾ പെട്ടെന്ന് ഫോളോ ചെയ്യണം. ഞാൻ കണ്ടേയില്ലല്ലോ. നോക്കുമ്പോൾ ഒരാൾ പിന്നാലെ. വ്യൂ ഇസ് അമേസിങ്. ഇവിടെയല്ലേ ഇത് നമ്മുടെ ലാസ്റ്റ് നൈറ്റ് ഇൻ കശ്മീരാണ്. നമ്മൾ ഗുൽമർഗിൽ റോയൽ പാർക്കിലാണ്. അപ്പം അങ്ങനെ രാജകീയമായ ഫുഡൊക്കെ ഇനി ഒന്നും കൂടെ കിട്ടുള്ളൂ. കഴിക്കണം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാമെന്ന്? നാളെ കൊട്ടയുടെ ലാസ്റ്റ് ഡേ. അപ്പം ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.